സമൂഹത്തെ ബോധ്യപ്പെടുത്താനല്ലേ ഞാൻ രാജിവെക്കുന്നതിന്റെ ഒരു കാരണം. എന്താ എനിക്ക് അപ്പ പറഞ്ഞൂടെ? പിണറായിക്കെതിരെ നിലമ്പൂരിൽ ജനങ്ങളെ ഒപ്പം നിർത്തി UDFന്റെ സഹായത്തോടു കൂടി ഞാൻ അവിടെ മത്സരിച്ച് ജയിക്കുമെന്ന് പറഞ്ഞാൽ പോലെ ആരെങ്കിലും പറ്റില്ല എന്ന് പറയോ? എന്നെ ഈ കുറ്റവാളിയാക്കുന്ന കേരളത്തിലെ ജനങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത്. ഇവർ തടയോ? എനിക്ക് മത്സരിച്ചൂടെ? ഇപ്പൊ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലല്ലേ? ഇപ്പൊ ഈ അൻവറിനെ തെറി പറയുന്ന ആളുകൾ മുഴുവൻ ഈ പ്രചരണ രംഗത്തുണ്ടാവില്ലേ? ഞാൻ എന്താ ചെയ്തത്? ഞാൻ പറഞ്ഞ മലയോരത്ത് പ്രശ്നമുണ്ട്. ഒരു കുടിയേറ്റ കർഷകൻ ഇവിടെ സ്ഥാനാർത്ഥിയാവണം. അത് വലിയ ഇമ്പാക്ട് ഉണ്ടാക്കും. അതാണോ ഞാൻ ചെയ്ത തെറ്റ്? ഇപ്പൊ എല്ലാരും സ്ഥാനാർത്ഥി നിശ്ചയിക്കണ്ടല്ലോ. ഒരു മലയോര കുടിയേറ്റ കർഷകൻ ആരെങ്കിലും പരിഗണിച്ചോ? ആരെങ്കിലും? ഇപ്പൊ LDFന്റെ സ്ഥാനാർത്ഥി ഉണ്ടല്ലോ, സ്വരാജ്. എന്റെ അടുത്ത സുഹൃത്താണ്, എനിക്ക് ഇഷ്ടമാണ് വ്യക്തിപരമായിട്ട്. പക്ഷേ ഈ പിണറായിസത്തിന്റെ കേരളത്തിലെ ഏറ്റവും വലിയ വക്താവാണ് ആര്? ഈ സ്വരാജ് അല്ലേ? പിണറായിസത്തെ താലോലിക്കുന്നതിൽ മുൻപന്തിയിലല്ലേ സ്വരാജ്? ഈ വന്യമൃഗ പ്രശ്നങ്ങൾ മുഴുവൻ, ഞാൻ നിലമ്പൂർക്കാരനാന്ന് പറയുന്നുണ്ടല്ലോ, ഈ വന്യമൃഗ വിഷയങ്ങൾ മുഴുവൻ ഉണ്ടായിട്ട് നിലമ്പൂരിലേക്ക് കടന്നു വന്ന് ഈ ഗവൺമെന്റിനടുത്ത് പോരായ്മയുണ്ടെന്ന് സൂചിപ്പിക്കാനെങ്കിലും ഈ പറയുന്ന സ്വരാജ് തയ്യാറായിട്ടുണ്ടോ? നിലമ്പൂരിലെ ജനങ്ങളൊന്ന് പറയട്ടെ. ഉണ്ടായിട്ടില്ലല്ലോ. ഈ ജില്ലാ പോലീസ് സൂപ്രണ്ട് ഈ കോലത്തിൽ ഒരു ജനവിഭാഗത്തെ ഇങ്ങനെ വക്രീകരിച്ച് ക്രിമിനലുകളാക്കുമോ? ലോകത്തിലെ എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്ന സ്വരാജ് ഒരു വട്ടം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലീസിന്റെ നടപടി ശരിയല്ല എന്ന് പറഞ്ഞോ? സ്വരാജ് സംസാരിക്കും പലസ്തീനിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി. മുടക്കൊന്നുമില്ലല്ലോ. പലസ്തീനിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി, ലോകത്ത് ഉണ്ട് എന്ന് പറയുന്ന ഇസ്ലാമോഫോബിയക്ക് എതിരെ അല്ല. ഇന്ത്യയിൽ നടക്കുന്ന, മലപ്പുറത്ത് നടക്കുന്ന, മൂക്കിന്റെ ചോട്ടിൽ നടക്കുന്ന നിലമ്പൂരിലെ വിഷയത്തിൽ പോലും മൂപ്പര് പ്രതികരിക്കൂല. അപ്പം ഈ പറയുന്ന 921 നടന്ന കാര്യങ്ങളൊക്കെ പ്രസംഗിക്കും. അതിപ്പം CPM ചെയ്തുകൊണ്ടിരിക്കരുത്. CPM എന്താ പറയാ? EMSന്റെയും AKGയുടെയും കൃഷ്ണപിള്ളയുടെയും ഒക്കെ വലിയ സേവനങ്ങൾ, ഇവിടുത്തെ ഭൂപരിഷ്കരണ നിയമങ്ങൾ അവരൊക്കെ പറയും, മുടക്കില്ലല്ലോ. ഇപ്പൊ ഇവിടുത്തെ ആശാ തൊഴിലാളികൾക്ക് 100 രൂപ കൊടുക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? CPM, ഈ ഗവൺമെന്റ് തയ്യാറുണ്ടോ? അപ്പൊ പഴയത് പറയാ. ആ പാവങ്ങൾ ഇപ്പോഴും തെണ്ടുക. എവിടെ എത്തി എനിക്കറിയില്ല. ജാഥ പോയിക്കൊണ്ടിരിക്കുക, പട്ടണി ജാഥ. അതിനെക്കുറിച്ച് പറയില്ല. അപ്പോ അന്നത്തെ കാര്യം പറയും. മനസ്സിലായില്ലേ? നിലമ്പൂരിൽ നടക്കുന്ന കാര്യം പറയില്ല. ഒരു പ്രളയം ഉണ്ടായല്ലോ നിലമ്പൂരിലല്ലേ? തലകുത്തി മറിഞ്ഞല്ലോ. നിങ്ങൾ കണ്ടതാണല്ലോ. സ്വരാജ് ഞങ്ങൾ ആരെയും കണ്ടിരുന്നോ? നിലമ്പൂർക്കാരന് പോത്തല്ലിൽ മുപ്പര പഞ്ചായത്തിലാ, അദ്ദേഹത്തിന്റെ പഞ്ചായത്തിലാ. ഒരു ഫോട്ടോയിൽ കാണിച്ചു തരാൻ പറ്റും? ഒറ്റ ഫോട്ടോയില്, ഒരു വീഡിയോയില് എങ്ങനെയാ ദുരന്തത്തെ PV അൻവറും ജനങ്ങളും കേരളത്തിലെ ജനങ്ങളും നേരിട്ടത്? ഒരാൾക്ക് പ്രശ്നമുണ്ട്, ഒരാൾക്ക്. 10,000 ചില്ലാനം വീട്ടിൽ വെള്ളം കയറി, 500ഓളം വീടുകൾ തകർന്നു, 1000ഓളം വീടുകൾ ഭാഗികമായി തകർന്നു. 6 മാസം കൊണ്ട് പ്രശ്നം തീർത്തോ? 6 മാസം കൊണ്ട്. അന്നും കൊടുത്തത് വീട് പോയതിന് 4 ലക്ഷം, ഭൂമിയും വീടും പോയതിന് 10 ലക്ഷം. ആ പൈസ നിങ്ങൾ അവിടെ നിന്ന് ചെല്ലു, വഴിക്കടവില് ആൾക്കാരെ പോക്കറ്റിൽ ഇട്ട് കൊടുത്തു PV അൻവർ. മനസ്സിലായോ? 4 ലക്ഷത്തിന് ആ നാട്ടുകാരെ കണ്ട് പലരും എനിക്ക് സ്പോൺസർ ചെയ്ത് ഭൂമി 4 ലക്ഷം ഫ്രീ. വീടുണ്ടാക്കാൻ ഈ നാട്ടിൽ ഒരുപാട് സാമൂഹ്യ സംഘടനകൾ കടന്നു വന്നു. അവർ വീടുണ്ടാക്കി കൊടുത്തു, സുന്ദരമായ വീടുകൾ. ആ 10 ലക്ഷം ആ സാധുക്കളുടെ പോക്കറ്റിലായി. അവരുടെ ജീവിത നിലവാരം അവർ പിടിച്ചെടുക്കാൻ പറ്റി. 1 ഏക്കറും 2 ഏക്കറും നല്ല 2 നില കെട്ടിടങ്ങളും പോയ പാവപ്പെട്ടവനെ കോഴിക്കൂട്ടിലേക്ക് തള്ളിയിട്ടില്ല PV അൻവർ. മനസ്സിലായോ? മറുപടി പറയണം. ബഹുമാനപ്പെട്ട MA യൂസുഫ് അലി 37 വീടുണ്ടാക്കി തന്നറിയോ നമുക്ക്? ഒരൊറ്റ ആള്. AP വിഭാഗം 22 വീടുണ്ടാക്കി കൊടുത്ത് ബഹുമാനപ്പെട്ട AP ഉസ്താദിന്റെ നേതൃത്വത്തില്. അങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി കാര്യങ്ങള്. ജമാഅത്ത് ഇസ്ലാമിയുടെ കെയർ ഓഫിൽ 10-22 വീടുകൾ. എന്തിനേറെ പറയുന്നു, ഈ പറയുന്ന നമ്മുടെ ചുങ്കത്തറയിലെ മാർത്തോമ സ്കൂളിൽ